പാലക്കാട് വാളയാറിൽ ലഹരിയുമായി അമ്മയും മകനും പിടിയിൽ. എറണാകുളം സ്വദേശിയായ അശ്വതി, മകൻ ഷോൺ സണ്ണി, കോഴിക്കോട് സ്വദേശികളായ മൃദുൽ, അശ്വിൻ ലാൽ എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച ലഹരി മരുന്നുകളുമായാണ് എക്സൈസ് സംഘം ഇവരെ പിടികൂടിയത്. ഇവര് 4 പേരും ചേർന്ന് ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ വാങ്ങിട്ട് വിൽപ്പനയ്ക്കായിട്ട് വാങ്ങിട്ട് വരുന്നുണ്ട്. അമ്മ കാരിയറും അതുപോലെ ഉപയോഗിക്കുന്ന ആളും ഒക്കെയാണ്. അമ്മയ്ക്ക് പണ്ട് മുതലേ ഇതുമായിട്ട് കണക്ഷനുള്ള ആളാണ്. അപ്പം പിന്നെ മൃദുലും ഇവരും കൂടെ ചേർന്നിട്ടാണ് ബാംഗ്ലൂർ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, ബംഗളൂരുവിൽ നിന്ന് രാസലഹരി വാങ്ങുക, അത് വാളയാർ വഴിയൊക്കെ കേരളത്തിലേക്ക് എത്തിക്കുക, കേരളത്തിൽ വിവിധയിടങ്ങളിൽ വിതരണം ചെയ്യുക, അങ്ങനെ ഒരു വലിയ സംഘത്തിലെ കണ്ണികളാണോ ഈ അമ്മയും മകനും ഉൾപ്പെടുന്ന ഇപ്പോൾ വാളയാറിൽ പിടിയിലായ ഈ സംഘം? തീർച്ചയായും വിജയകുമാർ, നിരവധി തവണ ഈ സംഘം കടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ലഹരി മരുന്ന് എന്നാണ് എക്സൈസിന് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. വാഹന പരിശോധനയ്ക്കിടെ യാദർച്ഛികമായാണ് ഈ സംഘത്തെ കാണുന്നത്. സംശയം തോന്നിയ ശേഷം ഈ 2 യുവാക്കളെ കണ്ടപ്പോൾ സംശയം തോന്നിയപ്പോൾ നടത്തിയൊരു പരിശോധനയാണ് ഏറ്റവും ഒടുവിൽ 12 ഗ്രാം MDMA എന്ന ഒരു കണക്കിലേക്ക് എത്തിയിരിക്കുന്നത് എക്സൈസ് സംഘത്തിന്. എന്തായാലും ഈ അമ്മയും അശ്വതിയും അതുപോലെ തന്നെ ഷോൺ സണ്ണിയും മാതാപിതാക്കളാണ്, ക്ഷമിക്കണം, അമ്മയും മകനുമാണ് എന്ന തരത്തിൽ ആദ്യഘട്ടത്തിൽ എക്സൈസ് വിവരം ഉണ്ടായിരുന്നില്ല. പിന്നീട് നടത്തിയ കൂടുതൽ പരിശോധനയിലും ചോദ്യം ചെയ്യലിലുമാണ് അമ്മയും മകനുമാണെന്ന് എക്സൈസിന് ബോധ്യപ്പെട്ടത്. ഷോൺ സണ്ണി ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ തങ്ങളോടൊപ്പം വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ട് ഷോൺ സണ്ണിക്ക്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഈ അശ്വതി ഇത്തരത്തിൽ ലഹരി മരുന്ന് കടത്തിയിട്ടുണ്ട് എന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവർ ഉപയോഗിക്കുന്നയാളും അതുപോലെ തന്നെ കരിയറുമാണ് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. മറ്റ് 2 യുവാക്കൾ കോഴിക്കോട് സ്വദേശികളാണ്. പക്ഷേ ഇവർ എറണാകുളത്ത് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകളാണ് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും എക്സൈസ് സംഘം ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. നാളെ മാത്രമേ കസ്റ്റഡി കഴിഞ്ഞ് അറസ്റ്റിലേക്ക് കടന്ന് പിന്നീട് ഈ പറയുന്ന പോലെ റിമാൻഡ് അടക്കമുള്ള ഇവർ എവിടേക്കാണ് വന്നത്? ഇപ്പോ എറണാകുളത്തേക്കാണോ ഇവർ ഈ രാസലഹരിയുമായി വരാൻ ശ്രമിച്ചതല്ലേ, തീരുമാനിച്ചത്? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇടപാടുകാരാണ് അത്തരം വിവരങ്ങളൊക്കെ എക്സൈസിന് ലഭിച്ചിട്ടുണ്ടോ? പ്രാഥമികമായ വിവരമാണ് എറണാകുളത്തേക്ക് മാത്രമാണ് കടത്താൻ ശ്രമിച്ചത് എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. ഇവരുടെ ഇടപാടുകാരെ കുറിച്ചും പ്രാഥമികമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഈ അശ്വതി എന്ന യുവതി ഇത് കടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ചെറുപ്പക്കാരനെ, 18 വയസ്സുള്ള ഈ മകനെ ആദ്യമായിട്ടാണ് ഇതിന് ഉപയോഗിക്കുന്നതെന്നും പറയുന്നുണ്ട്. ബാംഗ്ലൂരുവിലേക്ക് 4 ദിവസം മുൻപാണ് ഈ സംഘം പോയത് എന്നൊരു വിവരവും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുകയാണ്. നാളെ കൂടുതൽ ഒരുപക്ഷെ ഈ വിഷയത്തിൽ കൂടുതൽ അറസ്റ്റുകൾ നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജയകുമാർ, യെസ്, അമ്മയും മകനും സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു സംഘത്തെയാണ് വാളയാറിൽ എക്സൈസ് പിടികൂടിയത്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. എവിടേക്കാണ് അവർ കൊണ്ടുവന്നത്, രാസലഹരിയുടെ ഇടപാടുകാർ ആരൊക്കെയാണ് എന്നതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.